നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന മാന എന്ന ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ ട്രെക്കിംഗ് നടത്തി എത്തിച്ചേരാവുന്ന വസുധാര വാട്ടർഫാൾസ് എന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ്. ബദ്രിനാഥ് ക്ഷേത്രം കണ്ടു കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന മാന എന്ന സ്ഥലത്തേക്കും അവിടെ നിന്നും വസുധാര ഫാൾസിലേക്കുമാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാന ബദ്രിനാഥിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല തെളിച്ചമുള്ള കാലാവസ്ഥയാണെങ്കിൽ, പ്രത്യേകിച്ച് മഴയില്ലാത്ത അവസരമാണെങ്കിൽ നമുക്ക് നടന്നു തന്നെ മാനയിലെത്താൻ കഴിയും. സമയം ഏതാണ്ട് 11 മണിയായിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് മാനായിൽ നിന്നും വസുധാര ഫാൾസിലേക്കും പോകണം. അതുകൊണ്ട് ഒരു ടാക്സി ഹയർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. 300 മുതൽ 400 രൂപ വരെ ചാർജാണ് ബദ്രിനാഥിൽ നിന്നും മാനയിലേക്ക് ടാക്സിക്കാർ എടുക്കുന്നത്. 2018 മാന വില്ലേജ് വിസിറ്റ് ചെയ്തപ്പോൾ ഇത് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് മാനയെ ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബോർഡുകളൊക്കെ ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജായ മാനയിലേക്ക് സ്വാഗതം എന്നാക്കിയിട്ടുണ്ട്. പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദിയും സ്വർഗാരോഹണം ചെയ്യാൻ പോയത് മാന വഴിയാണെന്ന് വിശ്വസിക്കുന്നു. 1962 വരെ മാന വില്ലേജിലൂടെയായിരുന്നു ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ നടന്നിരുന്നത്. മാനായിലും റോഡിന് വീതി കൂട്ടുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സന്ദർശകരുടെ എണ്ണം പഴയതിനേക്കാൾ കുറേയേറെ കൂടിയിട്ടുണ്ട്. മാനയിലേക്കുള്ള വഴിയിൽ മുകളിലെ പർവ്വതത്തിൽ നിന്നും താഴേക്ക് വരുന്ന ചെറിയൊരു അരുവി. പർവ്വതത്തിന്റെ മുകളിലുള്ള മഞ്ഞുരുകി വരുന്ന വെള്ളമാണിത്. മാനായിൽ ഇപ്പോൾ കുറേയേറെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. ഓഫ് സീസൺ ആയിട്ട് പോലും ധാരാളം വണ്ടികൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കണ്ടു. മാനായിലെത്തുന്ന ഭൂരിപക്ഷം പേരും വ്യാസഗുഹ സന്ദർശിക്കുവാനും സരസ്വതി നദിയെ കാണാൻ വേണ്ടിയുമാണ് വരുന്നത്. ഇതാണ് മാനയിലേക്കുള്ള എൻട്രി ഗേറ്റ്. പഴയ എൻട്രി ഗേറ്റ് പൊളിച്ചു മാറ്റിയിട്ട് പുതിയത് പണിതിരിക്കുന്നു. അതുപോലെ ഇവിടെ കാണുന്ന പല ബിൽഡിങ്ങുകളും പുതുതായിട്ട് പണിതതാണ്. ആളുകളെ പുറത്തിരുത്തി കൊണ്ടുവരുന്ന പോർട്ടർമാരെ നമുക്ക് വഴിയിൽ കാണാൻ കഴിയും. പ്രധാനമായും നേപ്പാളിൽ നിന്നുള്ള പോർട്ടർമാരാണ് ഈ ജോലി ചെയ്യുന്നത്. ഇതാണ് മാന വില്ലേജിന്റെ ഒരു കാഴ്ച. ഏതാണ്ട് 550 വീടുകളാണ് മാനായിലുള്ളത്. ചൂട് കാലത്താണ് മാനായിൽ ആൾക്കാർ താമസിക്കാനെത്തുന്നത്. തണുപ്പ് കാലത്ത് അവർ സമതലങ്ങളിലേക്ക് ചേക്കേറുന്നു. ഉച്ച സൂര്യന്റെ പ്രഭയിൽ മാനായിലെ പർവ്വതങ്ങൾ അങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അളകനന്ദ നദി മാനയുടെ ഓരം പറ്റി കഥകൾ പറഞ്ഞ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. മാനായിൽ ചരക്കുകൾ കൊണ്ടുപോകാനും മറ്റും കോവർ കഴുതകളെയാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 40 വർഷം ജീവിച്ചിരിക്കുന്ന കോവർ കഴുതകൾക്ക് ഇന്നത്തെ കാലത്ത് ഏതാണ്ട് 50,000 രൂപ അടുത്ത് വിലയുണ്ട്. മാന ഗ്രാമത്തെ പുറകിൽ വിട്ടിട്ട് വസുധാര ഫാൾസിലേക്ക് നടക്കുകയാണ് നമ്മളിപ്പോൾ. കുറച്ച് താഴെ ഒഴുകുന്ന അളകുന്നതായ ശബ്ദം നമുക്ക് കേൾക്കാം. പിട്ടു എന്ന വിളിപ്പേരുള്ള ബാസ്ക്കറ്റുമായി കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യുന്ന നേപ്പാളി പോർട്ടേഴ്സിനെ വിട്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. പുരാണങ്ങളിൽ പറയുന്ന സരസ്വതി നദിയാണ് മുന്നിൽ കാണുന്നത്. ഭീംശില എന്നറിയപ്പെടുന്ന കരിങ്കല്ലാണ് സരസ്വതി നദിയുടെ മുകളിൽ കാണുന്നത്.
സ്വർഗാരോഹണ സമയത്ത് ദ്രൗപദിക്ക് സരസ്വതി നദി കുറെ കടക്കുവാൻ പ്രയാസമായപ്പോൾ ഭീമനാണ് ഈ കല്ലുകൾ അവിടെ കൊണ്ടുവച്ചതെന്നാണ് ഐതിഹ്യം. സരസ്വതി നദിയുടെ തീരത്ത് ഒരു പുതിയ അമ്പലം അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. സരസ്വതി നദി കുറച്ചൊഴുകിയിട്ട് താഴെ ചെന്ന് അളകനന്ദയോട് ചേർന്നാണ് പിന്നീട് ഒഴുകുന്നത്. സാധാരണയായി മാന സന്ദർശിക്കാൻ വരുന്നവർ സരസ്വതി നദി കണ്ടിട്ട് തിരികെ പോവുകയാണ് പതിവ്. ഇവിടെയുള്ള സ്നാക്സ് വിൽക്കുന്ന കടകളിലൊക്കെ ഇന്ത്യയുടെ ആദ്യത്തെ ചായക്കട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ ഇത് അവസാനത്തെ ചായക്കട എന്നായിരുന്നു. ഈ കാണുന്ന 1-2 കടകൾ കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് വേറെ കടകളൊന്നുമില്ല. ഇവിടെയും കടയുടെ മുന്നിലുള്ള ബോർഡിൽ ഇന്ത്യയുടെ അവസാനത്തെ ഷോപ്പ് എന്നുള്ളത് മാറ്റി ആദ്യത്തെ ഷോപ്പ് എന്ന് ആക്കിയിരിക്കുന്നു. ഈ ചായക്കടയിൽ പലതരത്തിലുള്ള പക്കോടകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. വയറിന് പ്രശ്നമുണ്ടാകുമെന്നൊരു ചെറിയ പേടിയുള്ളത് കൊണ്ട് ഞാനിതൊന്നും വാങ്ങി കഴിച്ചില്ല. പക്കോടക്കാരനെ പുറകിൽ വിട്ടിട്ട് ഞങ്ങൾ വസുധാര ഫാൾസിലേക്ക് നടന്നു തുടങ്ങി. എന്റെ സഹയാത്രികൻ വിൽസന്റും കവാടം കഴിഞ്ഞ് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഇനി മുന്നോട്ട് പോകുന്നത്. മാനം മുട്ട് വളർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ഞങ്ങളെ വഴിയിൽ സ്വീകരിച്ചത്. കുറേയേറെ പർവ്വതങ്ങൾ ഞങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടി വരും വസുധാര ഫാൾസിലെത്തുവാൻ. ഏതാണ്ട് 3 മണിക്കൂറിനടുത്ത് സമയമെടുക്കും നമുക്ക് മാനായിൽ നിന്നും വസുധാര ഫാൾസിലെത്തുവാൻ. മോഡറേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രക്കിംഗ് ആണ് വസുധാര ഫാൾസിലേക്കുള്ളത്. ട്രക്കിങ്ങിന്റെ ആദ്യ ഭാഗമൊക്കെ കല്ലും സിമെന്റും ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നു. നമ്മളിപ്പോ ട്രക്കിങ്ങിന്റെ 1 കിലോമീറ്റർ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനിയും 4 കിലോമീറ്ററോട് പോകാനുണ്ട്. ഓരോ സ്റ്റെപ്പ് ചവിട്ടുമ്പോഴും മുന്നിട്ടുള്ള കയറ്റം പ്രയാസമായിട്ട് വരുന്നു. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. ഇവിടുത്തെ ഓരോ പർവ്വതങ്ങളും ഗ്രാമങ്ങളും അതീവ സുന്ദരങ്ങളാണ്. ഇവിടേക്ക് ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമേ ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങാവൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ സീഷറും ഹാർട്ട് അറ്റാക്കും ഒക്കെ വളരെ സാധാരണമാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് വേണം മണ്ടയ്ക്കോട്ട് കയറാൻ, അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ശ്വാസം നിന്നു പോകും. പുറത്താൽ തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലുമാണ്. നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യും, കൈക്കും കാലിനൊക്കെ നല്ല കുഴപ്പം വരും. അപ്പോൾ അതൊക്കെ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ ഈ മലകൾ കയറാൻ അറ്റംപ്റ്റ് ചെയ്യാവും. നമ്മൾ പ്രത്യേകിച്ചും പുറത്തുനിന്ന് വരുന്നവർക്ക്. ഇവിടുത്തുകാർക്ക് വളരെ ഈസിയാണ്, കാരണം അവരുടെ ലങ്സൊക്കെ ഈ പരിസ്ഥിതിയുമായി അഡ്ജസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് എളുപ്പം കയറിപ്പോൾ. നമുക്കത് പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, മലകൾ കയറുമ്പോൾ നമ്മൾ മലകളിൽ താമസിക്കാത്തവരാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് മല കയറാൻ ശ്രമിക്കുക. അതുപോലെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആയതുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ബോഡി ബാലൻസ് ചെയ്യാം. കാലൊക്കെ തെറ്റിപ്പോകണമെങ്കിൽ ഈ വാക്കിംഗ് സ്റ്റിക്ക് കുത്തിയിട്ട് അത് താഴെ വീഴാതെ രക്ഷപ്പെടാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഇത്രയും പറയുന്നേ ഉള്ളൂ. ചലോ, നമുക്ക് ഇനിയും ഒരു 3.5 കിലോമീറ്ററോളം പോകാനുണ്ട്. എളുപ്പം നടക്കാം. 3 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സ്പീഡ് വെച്ച് മിക്കവാറും സാധ്യതയുണ്ട്. അപ്പം മിക്കവാറും വസുധാര ഫാൾസ് വരെ എത്താനുള്ള സാധ്യത കുറവാണ്. അതുപോലെ നല്ല കയറ്റം ഇനി വരാൻ പോകുന്നതാണ് പറഞ്ഞത്. ചിലവരെ സി നമുക്ക് അങ്ങ് വരെ പോകാൻ പറ്റുമെന്ന്. പൊട്ടുപോലെ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? പൊട്ടുപോലെ അങ്ങ് വരെ നമുക്ക് പോകേണ്ടത്. നല്ല കയറ്റമാണ്, നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അങ്ങ് വരെ പോകണം. നോക്കാം എത്രത്തോളം പോകാൻ കഴിയുമെന്ന്. ചിലപ്പം ഇടയ്ക്ക് വെച്ച് യാത്ര നിർത്തി തിരിച്ചു വരേണ്ടി വരും. നോക്കാം, നമുക്ക് എത്രത്തോളം ആവും അത്ര നടക്കാം. തിരിച്ചു വരുന്ന ഒരു പ്രയാസമല്ല, കാരണം മൊത്തം ഇറക്കമാണ്. ഇങ്ങോട്ട് പോകുന്നതാണ്. സിമെന്റ് ഇട്ട നടപ്പാതകൾക്ക് പകരം ഇപ്പോൾ കല്ലിട്ട നടപ്പാതയാണ്. സൂക്ഷിച്ച് ഈ വഴി നടക്കണം. ഇങ്ങനെയുള്ള യാത്രകൾ എപ്പോഴും ട്രക്കിംഗ് ഷൂസ് കരുതുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആംഗിളിനൊക്കെ പരിക്ക് പറ്റാൻ സാധ്യത ധാരാളമാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണി കഴിഞ്ഞിരിക്കുന്നു.
പ്രകൃതി മാറി തുടങ്ങി. മേഘങ്ങളും മലകളും തമ്മിൽ എന്തോ സ്വകാര്യം പറയുന്നത് പോലെ. നല്ല കയറ്റം, ശരിക്കും ആയാസപ്പെടുന്നുണ്ട് കയറാൻ. ഇപ്പം കല്ല് വിരിച്ച വരികയൊന്നുമില്ല, നമ്മള് കല്ലിക്കൂടെ തന്നെ നടന്ന് കയറണം. സത്യത്തിൽ ഇപ്പോൾ ശരിക്ക് ക്ഷീണിച്ചിട്ടുണ്ട്. മനസ്സ് പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനെയുള്ള ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് നടക്കാതെ നിന്നിട്ട് കുറച്ച് ശ്വാസം പിടിച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നടക്കുക, പിന്നെ നിൽക്കുക. അതാണ് റൈറ്റ് വേ ഓഫ് ഡൂയിങ് ട്രക്കിംഗ്. എനിക്കിപ്പോൾ ശരിക്കും ദാഹിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ പൊട്ടുപോലെ ഒരു കട കാണുന്നുണ്ട്. അവിടുന്ന് കൂൾ ഡ്രിങ്ക്സോ വെള്ളമൊക്കെ വാങ്ങി കുടിക്കണം. ട്രക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാതെ ORSഉം വെള്ളവും നമ്മുടെ കൂടെ കരുതണം. തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ട്രക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പുള്ളോവറും ക്യാപ്പും അതുപോലെ സൺസ്ക്രീനും മറക്കാതെ കരുതണം. കട കണ്ടപ്പോൾ ഒരു ആവേശം, സ്പീഡിൽ നടക്കാൻ തോന്നി. ഇതുവരെ വേണോ വേണ്ട വെച്ച് നടക്കുമായിരുന്നു. ഒരു കട കാണുന്നുണ്ട്. അവിടുന്ന് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ യാത്രയുള്ളൂ പറഞ്ഞത്. ഹായ്, ഞങ്ങളങ്ങനെ ഷോപ്പിലെത്തി. ഇവിടെ ചെറിയൊരു കടയുണ്ട്. ഭയ്യ പണിക്ക് പോയിട്ടില്ല. ഓൾമോസ്റ്റ് 50 രൂപയാണ് വെള്ളത്തിന്. ഇവിടത്തേക്ക് ദാഹിച്ചു. ഇവിടെ വില വലിയ കാര്യമല്ല, കാരണം അവർക്ക് ഇത് ഇവിടെ കൊണ്ടുവരാൻ തന്നെ എന്ത് പ്രയാസമായിരിക്കും. അപ്പോൾ 50 രൂപയ്ക്കുള്ള ഉപരി ദാഹിക്കുമ്പോൾ ഈ വെള്ളം കിട്ടുന്നത് വലിയ കാര്യം. ദാ പിട്ടു എന്ന് പറയുന്ന ബാംബു ബാസ്ക്കറ്റിൽ കയറി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോകുന്ന 2 പേർ. ഒരാൾ തങ്ങളുടെ മൊബൈലിൽ ബിസിയാണ്. ഈ കാഴ്ചകളൊക്കെ അവരെന്തുകൊണ്ടാണ് മിസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വെള്ളച്ചാട്ടത്തിന് അടുക്കും തോറും യാത്രയുടെ കാഠിന്യം കൂടിക്കൂടി വരികയാണ്. വഴി കഠിനമായി വരുന്നത് കൊണ്ട് സമയം ഇനിയും കൂടുതൽ എടുക്കുമോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ കയറിക്കൂടി. കുറച്ച് വെള്ളം കുടിച്ചതുകൊണ്ട് എൻ്റെ തലവേദനയൊക്കെ പമ്പ് കടന്നിട്ടുണ്ട്. ചെറിയൊരു ആശ്വാസവും കിട്ടി. ദാ ഇവിടെ മലമുകളിൽ നിന്നും മഞ്ഞുരുകി വരുന്ന ചെറിയൊരു അരുവി. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോ തീരെ കുറവാണ്. തിരികെ വരുമ്പോഴേക്കും മഞ്ഞുരുകി വെള്ളത്തിൻ്റെ ലെവൽ തീർച്ചയായിട്ടും കൂടിയിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം പോയി ഞങ്ങൾക്ക് തിരിച്ചു വരണം. വളരെ സൂക്ഷിച്ചു വേണം ഈ ചെറിയ അരുവി ക്രോസ് ചെയ്യാൻ. കാലിടറി താഴോട്ട് വീണാൽ എന്തു പറ്റിയാലും നല്ല അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് കല്ല് വിരിച്ച വഴികൾ വീണ്ടും പ്രത്യക്ഷമായി. ഈ കഠിന യാത്രയ്ക്ക് ചെറിയൊരു ആശ്വാസം. വഴിയിൽ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരുന്ന 2 സന്യാസിമാർ. അവർ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഇതിനർത്ഥം അവർക്ക് ഈ ടെറേനുമായിട്ട് നല്ല ഫെമിലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ദാ അങ്ങ് ദൂരെ പൊട്ടുപോലെ വാട്ടർഫാൾ ചെറുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ചെറിയ ഗ്ലേഷ്യറാണ്. ചൂടുകാലമായതുകൊണ്ട് മഞ്ഞൊക്കെ ഉരുകിയിരിക്കുന്നു. വസുധാര വെള്ളച്ചാട്ടം ഒരു മരീചിക പോലെയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അടുക്കും തോറും അത് അകന്നു പോകുന്ന പോലെ ഒരു തോന്നൽ. कैसे लगा आपको? कहाँ से आ रहे हैं आप लोग?
मुजफ्फरनगर से है। आपने मुजफ्फरनगर सुना है? हाँ जी, यूपी। यूपी का डिस्ट्रिक्ट पड़ता पता है है। हम मुजफ्फरनगर। लोग मुजफ्फरनगर से हैं। हाँ। आज मेरा जन्मदिन है। अरे कंग्रेस, ഹാപ്പി ബർത്ത്ഡേ. ഇവർ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആഘോഷിക്കുവാനും ഒരു രാക്ഷസന്റെ ക്ഷേത്രം സന്ദർശിക്കുവാനുമായിരുന്നു ഇവർ മനാലിലെത്തിയത്. और साल पुराने जो दृश्य मंदिर है है, अच्छा। वो हमें वहाँ देखने को मिले। वहाँ पे एक राक्षस की कथा भी है जो 40 किलो चावल, एक बकरा, जो पंडित जी ने हमें बताया उसको एक दिन अच्छा उसको देता है. ഇവർ പറഞ്ഞ കഥയിലെ രാക്ഷസൻ എല്ലാ വർഷവും 40 കിലോ അരിയുടെ ചോറും ഒരു ആടിനെയും കഴിച്ചിട്ട് മടങ്ങിപ്പോകുമത്രേ. मेला लगता है उसका। इतना आधा घंटा और हाँ बस इतना ही। आधा घंटा ये. हाँ. നമ്മൾ ഇങ്ങനെയുള്ള ട്രക്കിങ്ങിന് പോകുമ്പോൾ ഒരിക്കലും കുടിവെള്ളം എടുക്കാൻ മറക്കരുത്. അതുപോലെ ORSഉം കയ്യിലുണ്ടായിരിക്കണം. എനിക്ക് വെള്ളം കുടിച്ചത് കുറഞ്ഞതുകൊണ്ട് നല്ല ഹെഡേക്ക് ആയിരുന്നു. വെള്ളം കിട്ടിയപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. എനിക്ക് തൊട്ട് താഴെ വികലാംഗനായ ഒരു മനുഷ്യൻ മല കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടുത്തെ സ്ഥിരം സന്ദർശകനായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും വലിയ മല കയറാൻ വളരെ പ്രയാസമാണല്ലോ. അങ്ങ് ദൂരെ ഗ്ലേഷ്യർ ശരിക്കും കണ്ടു തുടങ്ങിയല്ലേ. വാട്ടർഫാൾ നമ്മുടെ അപ്രത്യക്ഷമായെങ്കിലും നമുക്ക് ഒരു സൈഡിലെ ഗ്ലേഷ്യർ കാണാം. കുറച്ചു ദൂരെ ആട്ടിടന്മാരുടെ കുടിലുകൾ കാണുന്നുണ്ട്. കുറേയേറെ ആടുകൾ ഇവിടെ മേയാനുണ്ടായിരുന്നു. വേനൽക്കാലത്ത് ആടുകളുമായി വരുന്ന ഇവർ നല്ല തണുപ്പാകുമ്പോൾ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് കുടിയേറും. ഒരു കുന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും തിരശ്ശീലയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ വസുന്ധര വെള്ളച്ചാട്ടം ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമായി. വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല ആവേശമായി. തളർച്ചയൊക്കെ മറന്ന് മുന്നോട്ട് ഞാൻ നടന്നു. ഏതാണ്ട് 3 മണിക്കൂർ നീണ്ടുന്ന ട്രക്കിങ്ങിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ദൂരം പോയാൽ നമ്മൾ എത്രയും നടന്നുവെന്ന് കാണാൻ ആഗ്രഹിച്ച വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് നമുക്കെത്താം. എന്തും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെത്. ഇടയ്ക്ക് വെച്ച് ട്രക്കിംഗ് നിർത്തി തിരിച്ചു പോയിരുന്നെങ്കിൽ ഇത് വല്ലാത്തൊരു നഷ്ടമായിരുന്നു തന്നെ. അടിയാണ് വസുധാര ഫാൾസിന്റെ ഉയരം. പർവ്വതത്തിന്റെ മുകളിൽ ചെറുതായി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം താഴെ എത്തുമ്പോഴേക്കും കുറേയേറെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. നല്ല ചൂടുണ്ടായിട്ടും ഉരുകാതിരുന്ന ഗ്ലേഷ്യറിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതുരുകി താഴോട്ട് ചെന്ന് അളകനന്ദയിൽ പതിക്കുന്നു.
മാനായിലേക്കും വസുധാര ഫാൾസിലേക്കുമുള്ള എൻ്റെ ഈ യാത്രാവിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ദിസ് ഈസ് ബെൻസൺ ഫ്രം ബെൻസൺസ് ട്രാവൽസ്. See you next time. Bye bye.